അപ്പത്തിച്ചോലയിൽ കുരിശ് പൊളിച്ചു നീക്കിയ നടപടി മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ ചരിത്രത്തിലെ നിർണായക ചുവടുവയ്പായി മാറിയിരിക്കുകയാണ്. കുരിശ് നീക്കിയ നടപടി ശരിയായില്ല എന്ന് മുഖ്യമന്ത്രി സബ് കളക്ടറെ നേരിട്ട് അറിയിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അതൃപ്തി എങ്ങനെയാണ് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ ബാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ചോര തിളക്കുന്നു എന്ന പരിപാടി ചർച്ച ചെയ്യുന്നത്. CPIM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ, ഇബ്രാഹിം കുട്ടി കല്ലാർ DCC പ്രസിഡന്റ്, സണ്ണി തോണിക്കുഴി ഈ പ്രാർത്ഥനാലയത്തിന്റെ വക്താവായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം സണ്ണി, ഇത് സ്ഥലം കയ്യേറുന്നതിന് വേണ്ടി നിങ്ങൾ അവിടെ കൊണ്ടുവച്ച ഒരു കുരിശല്ലേ? അല്ലല്ല. പിന്നെ എന്താണ് അവിടെ? ഞാൻ അവിടുത്തെ പ്രദേശവാസിയാണ്. അവിടെ താമസിക്കുന്നത് സിംഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഈ സൂര്യനെല്ലിൽ 30 വർഷമായിട്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചതാണ്. ഏതാണ്ട് 88 എന്ന് തോന്നുന്നു, 1988. അന്നത്തെ വികാരിയായ ഫാദർ പീറ്റർ മാതിരിപ്പിള്ളിയുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. ആ കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുക്കുകയും അന്ന് തൊട്ട് പ്രാർത്ഥനയിൽ പോവുകയും ചെയ്യുന്ന. ആയിക്കോട്ടെ, ഇതിനെന്തെങ്കിലും കൈവശരേഖയുണ്ടോ? ഇതിനെന്തെങ്കിലും കൈവശരേഖയുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് മലയിൽ ആ കുരിശ് വെച്ച് ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് സ്ഥലമൊന്നുമില്ല. സ്ഥലമൊന്നും കൈയേറി പിടിച്ചിട്ടൊന്നുമില്ല. പട്ടയം ചോദിച്ചിരുന്നോ എപ്പോഴെങ്കിലും? ചോദിച്ചിരുന്നിട്ടുണ്ട്. അതിന് 2002-ലും 2004-ലും 94-ലും പട്ടയത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തതായിട്ട് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ പറയുന്നുണ്ട്. മരിയ സൂസൻ എന്ന് പറഞ്ഞ ഒരാളുടെ സ്ഥലമാണത്. അതെങ്ങനെ മരിയ സൂസൻ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലമാവുക? നിങ്ങൾ പോയി അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചു എന്നല്ലാതെ അതിന് രേഖകളൊന്നുമില്ല. മരിയ സൂസൻ കൈവശം വെച്ചിട്ടുള്ള രേഖ ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതെ. അപ്പൊ ഞങ്ങളവിടെ സ്ഥലം പിടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഈ കുരിശുമലകാരം ദുഃഖവെള്ളിയാഴ്ചയും മറ്റു സമയങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ശ്രീ KK ജയചന്ദ്രൻ, വലിയ വ്യവസായികള് ശരിയാണ് കയ്യേറുന്നുണ്ട്, കച്ചവടക്കാര് കയ്യേറുന്നുണ്ട്, പാർട്ടി ഓഫീസുകളിന് വേണ്ടി പാർട്ടിക്കാര് കയ്യേറുന്നുണ്ട്, വിശ്വാസികൾ അവിടെ കുരിശു കൊണ്ടുവെക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഇവിടെ പ്രധാനമായ കാര്യം, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കയ്യേറ്റം നടന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ വർഷങ്ങളായിട്ട് ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് അവർ കുരിശുമല കയറുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതിൻ്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചതാണ് കുരിശ്. ആ കുരിശ് പൊളിച്ചു മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ഇവിടെ സബ് കളക്ടർ വ്യവസ്ഥാപിതമായ ഒരു മാർഗവും സ്വീകരിച്ചിട്ടില്ല. വ്യവസ്ഥാപിതമായ മാർഗം എന്ന് പറയുന്നത് എന്താ? ഇനി സർക്കാരിൻ്റെ സ്ഥലത്താണ് പൊളിച്ചു മാറ്റേണ്ടതാണെന്ന് റവന്യൂ വകുപ്പിന് രേഖകൾ വെച്ചുകൊണ്ട് തെളിയിക്കാൻ കഴിയുന്നതാണെങ്കിൽ റവന്യൂ വകുപ്പിന് അത് ചെയ്യാം. അതിനാരും ഇവിടെ എതിരല്ല. ഞാനും എതിരല്ല. ഇവരെന്താ ചെയ്തത്? ഇപ്പോൾ IPC 153A അനുസരിച്ചും IPC 295A അനുസരിച്ചുമാണെങ്കിൽ ഇത് വിഷ്വൽ മീഡിയയിൽ കൂടി മതരൂപങ്ങൾ മാറ്റുമ്പം അതിന് വ്യവസായികമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ആ രൂപത്തിൽ വിഷ്വൽ മീഡിയയെ ഉപയോഗിച്ചു കൂടാ എന്നും വ്യക്തമായി പറയുന്നുണ്ട്. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, അതുപയോഗിച്ചാണ്. ഇവിടെ സബ് കളക്ടർ എന്താ ചെയ്തത്? 4 മണിക്ക് വിഷ്വൽ മീഡിയക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി. തലേ ദിവസം തന്നെ 144 പ്രഖ്യാപിച്ചു. അവിടെ വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. അവിടുത്തെ ജനങ്ങൾ അറിയുന്നത് പിറ്റേ ദിവസം രാവിലെ അവിടെ യാത്രയ്ക്ക് പോകാനായിട്ടും ജോലിക്ക് പോകാനായിട്ടും വരുമ്പോഴാണ് അവിടെ ആളുകളെ തിരിച്ചയക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ഒരു സബ് കളക്ടർക്ക് എന്ത് അവകാശമുള്ളത്? അവിടെ 144 പ്രഖ്യാപിക്കുമ്പം സബ് കളക്ടറോ അല്ലെങ്കിൽ കളക്ടറോ ഇവരാരും സ്ഥലത്ത് ഒരു അഡീഷണൽ തഹസിൽദാർ മാത്രമാണ് അവിടെ ഉള്ളത്. എന്നിട്ട് 100 കണക്കിന് പോലീസിനെയും കൂട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവിടെ അങ്ങനെയാണെങ്കിൽ മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തണം. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മൈക്ക് അനൗൺസ്മെൻറ്റ് ഉച്ചഭാഷണിയിലൂടെ തന്നെ പറയണം. ചുമന്ന കൊടി കെട്ടി അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമേ ജനങ്ങൾ വയലൻ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ 144 പ്രഖ്യാപിക്കൂ. ഇത് നിങ്ങളുടെ സർക്കാർ തന്നെയല്ലേ? ഞങ്ങളുടെ സർക്കാർ ആയതുകൊണ്ടാണല്ലോ ശക്തിയായിട്ട് സർക്കാരിനെ അവമാനിക്കുന്ന രൂപത്തിൽ, സർക്കാർ ഒരു കുരിശിനെതിരായി യുദ്ധം ചെയ്യുന്ന സർക്കാരാണെന്ന് പ്രതീതി വരുത്താൻ പറ്റുന്ന രൂപത്തിൽ സബ് കളക്ടർ പെരുമാറിയത് കൊണ്ടാണല്ലോ ശക്തിയായി ഞാൻ പ്രതികരിക്കുന്നത്. ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, KPCC എന്ത് കണ്ടിട്ടാണ് ഇത് സ്വാഗതം ചെയ്തത്? ഇത് കോൺഗ്രസിന്റെ സർക്കാരാണോ അതോ BJPയുടെ സർക്കാരാണോ? CPMന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ KK ജയചന്ദ്രൻ അദ്ദേഹം പറയുന്നു, ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് അവിടെ എവിക്ഷന് ചെന്നിട്ടുള്ളത്. 144-ഉം നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചത് ഗവൺമെൻറ് അറിയാതെയാണ്.
ഇന്ന് വെളുപ്പിനെ മുതൽ മുഴുവൻ TV ചാനലുകളിലും വളരെ വ്യക്തമായി ഇത് സംബന്ധിച്ചുള്ള വാർത്ത വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്പം മുമ്പാണ് പ്രസ്താവന നടത്തിയിട്ട് പറയുന്നത് കുരിശു പൊളിച്ചത് മോശമായി പോയി. ഇതൊക്കെ ഒരു രാഷ്ട്രീയ നാടകം മാത്രമായി മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിക്ക് യാതൊരു ഇച്ഛാശക്തിയും ഇക്കാര്യത്തിനകത്തില്ല, യാതൊരു ആത്മാർത്ഥതയും. ആയിക്കൊള്ളട്ടെ, നിങ്ങൾ KPCC-യും DCC-യും ഈ കുരിശ് നീക്കം ചെയ്ത നടപടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. KK ജയചന്ദ്രൻ അവിടെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഈ കുരിശ് കിടക്കുന്നു, അത് ഡിസ്മാൻഡിൽ ചെയ്യുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നു. വിശ്വാസ സമൂഹം അന്തിച്ചു പോകും. ഇത് ഏത് സഭയാണ്, ഇത് അനധികൃതമായി സ്ഥാപിച്ചതാണെന്നൊന്നും അറിയില്ല. ദൃശ്യങ്ങൾ കാണുമ്പോൾ അന്തിച്ചു പോകും. ആ അന്തിച്ചു പോകുന്നതിനെയാണ് അവർ അപലപിക്കുന്നുണ്ടാവുക. KPCC മൊത്തത്തിൽ പിന്തുണച്ചത് അനധികൃത കയ്യേറ്റങ്ങളെയും വൻകിട കയ്യേറ്റങ്ങളെയുമാണ്. അല്ലാതെ പർപ്പസ്ഫുൾ ആയിട്ട് കുരിശ് പൊളിച്ചതിനെ ഒന്നും KPCC അനുകൂലിച്ചിട്ടില്ല. അതിനകത്ത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനമുണ്ട്. അന്ന് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്ന ഘട്ടത്തിൽ പോലും VS അച്യുതാനന്ദനെ തീട്ടൂരമിറക്കിയിരുന്നു. തൽക്കാലം മതസ്ഥാപനങ്ങളെയും, അതുപോലെ മതസ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ പള്ളികളെയും ക്ഷേത്രങ്ങളെയും അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന്, അതുപോലെ തന്നെ പാർട്ടി ഓഫീസുകളെയും ഒഴിവാക്കണമെന്ന്, വിവാദം ഒഴിവാക്കി വേഗത്തിൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ഇതിപ്പോൾ ആദ്യത്തെ നടപടി തന്നെ നേരെ പോയി കുരിശു പൊളിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ അപലപിക്കുകയാണ്. ഇതിന്റെ പ്രയോറിറ്റി നിശ്ചയിച്ചത് ആരാണ്? ഈ ധാരാളം വൻകിട കയ്യേറ്റങ്ങളും അതേപോലെ തന്നെ വൻകിടക്കാരായിട്ടുള്ള വ്യക്തിഗത കയ്യേറ്റങ്ങളും ഉള്ള സാഹചര്യത്തിൽ ഈ ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് ഇത്തരത്തിലുള്ള കുരിശു പൊളിക്കുക എന്നുള്ള സമീപനമല്ലായിരുന്നു. നട്ട പകൽ ഉച്ചയ്ക്ക് തന്നെ വിശ്വാസികളുടെ പ്രതീകമായിട്ടുള്ള കുരിശ് എല്ലാ മാധ്യമങ്ങളുടെയും ശ്രദ്ധയോടുകൂടി പൊളിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് കാണിച്ച മൗഢ്യം തന്നെയാണത്. ആ കാര്യത്തിനകത്ത് വ്യത്യാസമില്ല. പക്ഷേ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ആരാണ് നിശ്ചയിച്ചത്? ഗവൺമെന്റ് എവിക്ഷന് വേണ്ടി മുമ്പോട്ട് വരികയാണെങ്കിൽ, കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് വരികയാണെങ്കിൽ ഗവൺമെന്റ് വൻകിട കയ്യേറ്റക്കാരെയും അതേപോലെ തന്നെ വ്യക്തിഗത കയ്യേറ്റക്കാരെയും CPM-ന്റെ 1 ഡസനോളം നേതാക്കന്മാരടക്കമുള്ള ആളുകളുടെ കയ്യേറ്റങ്ങളുമല്ലേ ഒഴിപ്പിക്കേണ്ടിയിരുന്നത്? ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ആ സ്ഥലം പിടിക്കുക, എനിക്ക് തോന്നുന്നത്, ഞാൻ ആ സ്ഥലം കണ്ടിട്ടില്ല എങ്കിൽ പോലും അവിടെ നിന്ന് നോക്കിയാൽ ഏതാണ്ട് താഴ്വാരം മുഴുവൻ കാണാവുന്ന വിധത്തിലുള്ള ഒരു വലിയ മലയാണത്. ആ മല പിടിച്ചെടുക്കുക, അത് പള്ളിയുടെ പേരിലാണെങ്കിൽ പള്ളിയുടെ പേരിൽ എന്നുള്ളതല്ലേ നിങ്ങളുടെ ലക്ഷ്യം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ കാണുന്ന ഒത്തിരിയേറെ സംഭവങ്ങളുണ്ട്. മലമുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥനയിൽ വളർന്നു വരുന്ന വ്യക്തികൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രദേശത്തുള്ള മലകളിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇതേ ഞങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ. ഈ സ്പിരിറ്റ് ഇൻ ജീസസ് എപ്പോഴാണ് അവിടെ കയ്യേറിയത്? സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന് പറയുമ്പോൾ 30 വർഷം മുമ്പ് ആരംഭിച്ച ഒരു പ്രാർത്ഥന ഗ്രൂപ്പാണ്. 30 വർഷം മുമ്പ്. അപ്പൊ ഈ പ്രാർത്ഥനയിൽ അനേക വ്യക്തികൾ വന്ന് പങ്കെടുക്കാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞാനൊരു സാധാരണ വ്യക്തിയാണ്. അവിടെ ആ പ്രാർത്ഥനയിൽ എനിക്ക് ഒത്തിരിയേറെ അനുഭവം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി പേര് അവരുടെ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് എന്തോ ഒരു പരാതി കൊടുക്കാൻ പോകുന്നുണ്ടല്ലേ? ആ പരാതിയിൽ എന്താണ് പറയുന്നത്? വേഗം പറയൂ. അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഈ പരാതിയിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അവിടെ വർഷങ്ങൾക്ക് മുമ്പ് 60 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സ്ഥാപിച്ച കുരിശാണ്. ആരാണ് അതിന്റെ തെളിവ്? അത് ആ സ്ഥലത്തിന്റെ കൈവശാവകാശം നിലവിലുള്ള ഈ മരിയാസുസൈ എന്ന് പറയുന്ന പുള്ളിയുടെ വല്യപ്പന്റെ കൈവശം 80 വർഷങ്ങളായിരിക്കുന്ന സ്ഥലമാണ്. എന്താ തെളിവ്? തെളിവെന്ന് വെച്ചാൽ 94-ലും 2004-ലും രാജകുമാരി ഭൂമി പതിവ് ഓഫീസിൽ ഇതിന് പട്ടയത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ തെളിവുള്ളൂ. അല്ലാതെ കൈവശം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ മൂന്നാറിൽ മൊത്തം എനിക്ക് വളച്ചു കെട്ടി തരണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കാൻ കഴിയുമല്ലോ? അത് കഴിയും. അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ കുരിശ് കഴിഞ്ഞ വർഷമാണ് ഇത്ര വലിയ കുരിശായത്. 2-3 വർഷമായി കുരിശ് വലിയ കുരിശ്. അതിനു മുമ്പ് അവിടെ കുരിശ് ഉണ്ടായിരുന്നു. 60 വർഷമായിട്ട് കുരിശുള്ളതാണ്. 60 വർഷമായിട്ട് കുരിശുള്ളതായിരുന്നു. 60 വർഷമായിട്ട് കുരിശുണ്ടെന്ന് നിങ്ങളുടെ വാദമാണ്. പ്രദേശവാസികളോട് ചോദിച്ചാൽ എല്ലാവരും പറയും. ഈ വിഷയത്തിൽ ആർക്കാണ് ഇവിടെ കാര്യങ്ങൾ അറിയാവുന്നത്? വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ. ഇതിപ്പോ ആ പള്ളിയുടെ വകക്കാര് മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ വേഷം മാത്രമാണ് എത്തുന്നത്. ശ്രീ ജയചന്ദ്രൻ, CPM-ന് കണ്ണും മൂക്കും എത്താത്ത സ്ഥലങ്ങൾ ഉണ്ടാകില്ല. ഇവർ പറയുന്നതാണ് 60 വർഷം എന്ന്. ഇവരുടെ കയ്യിൽ ഒരു രേഖയില്ല. ഇവരോട് രേഖ ചോദിച്ചാൽ അവർ ഇങ്ങനെ കാണിക്കുകയുള്ളൂ. ഇവർ പറയുന്നത് പട്ടയത്തിന് കടലാസ് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാണ്. അത് ഒരു ആധികാരിക രേഖയല്ല എന്ന് താങ്കൾക്കറിയാമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കടന്നുകയറ്റത്തെ ചെറുക്കണ്ടേ CPM?
സ്വാഭാവികമായിട്ടും രണ്ട് കാര്യം പറയേണ്ടതുണ്ട്. ഒന്ന്, ഇബ്രാഹിം കുട്ടി കല്ലാറ് പറഞ്ഞ ഒരു കാര്യത്തിന് ഇവിടെ CPM-ന്റെ 12 നേതാക്കന്മാരുടെ ഭൂമി ഉണ്ടെന്ന്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഈ ഭൂമിയുള്ളത് എത്ര സെന്റ് വീതം, അത് എത്ര വർഷമായി അവരുടെ കൈവശം ഇരിക്കുന്നു, അല്ലെ അവരിവിടെ താമസിച്ചു വരുന്നു, അവർക്ക് അർഹതപ്പെട്ടതാണോ ഇല്ലയോ എന്നുള്ള ഒരു പരിശോധന ആദ്യം നടത്തിയിട്ട് എൻ്റെ മാന്യ സുഹൃത്ത് അഭിപ്രായം പറയുന്നതാണ് ശരിക്കും മാന്യമായ സ്ഥിതി എന്ന് പറയുന്നത്. അല്ലാതെ തോന്നിയതുപോലെ കാര്യങ്ങൾ പറയുന്നതൊരു ശരിയായ രീതിയല്ല. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞത് ഇവിടെ റവന്യൂ വകുപ്പിൻ്റെ ഭൂമി കുരിച്ചു വെച്ചാലും അമ്പലം കയറിയാലും പള്ളി കയറിയാലും മുസ്ലിം പള്ളി കയറിയാലും അനധികൃതമാണെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് CPM എതിരല്ല. പക്ഷേ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ അവലംബിക്കുന്നതിന് പകരം ഇവിടെ വ്യവസ്ഥാപിതമായ മാർഗം ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, അതിന്റെ ആളുകളോട് വിളിച്ച് ഇത് മാറ്റാൻ പറയാം. ആരുടെയും കയ്യിൽ രേഖയില്ല, പിന്നെ പറയട്ടെ. ഇപ്പൊ ഇവിടെ ആളാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സബ് കളക്ടർ പറയുന്നത് കേട്ടല്ലോ. നിങ്ങൾക്ക് ആരെങ്കിലും നോട്ടീസ് തന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് നോട്ടീസ് തന്നിരുന്നു. ഈ നോട്ടീസ് കിട്ടി 7 ദിവസം കഴിയുമ്പോൾ വിളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടുന്ന രേഖകളെല്ലാം ഞങ്ങൾ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. സബ് കളക്ടറിന്റെ അടുത്തും എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്ത് രേഖയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ആവർത്തിച്ച്? പിന്നെ എന്ത് രേഖയാണ് കൊടുത്തു എന്ന് പറയുന്നത്? ഈ സ്ഥലക്കാരന് അനുവദിച്ചാണല്ലോ ഞങ്ങൾ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്, കുരിശ് വെച്ചിരിക്കുന്നത്. സ്ഥലക്കാരുടെ കയ്യിലാണ് സ്ഥലം. ഈ മരിയ സൂസൻ എന്ന് പറഞ്ഞ മരിയ സൂസന്റെ കയ്യിൽ രേഖയില്ല എന്നല്ലേ നേരത്തെ പറഞ്ഞത്? അദ്ദേഹം അപേക്ഷ കൊടുത്ത രേഖ മാത്രമേ ഇതുള്ളൂ. അപേക്ഷ കൊടുത്ത രേഖ അദ്ദേഹത്തിന് അനുവാദത്തോടു കൂടിയാണ് കുരിശ് വെച്ചത്. ഞാൻ പറഞ്ഞത് അത് മാറ്റുമ്പോൾ അങ്ങനെ മാറ്റേണ്ടത് അനിവാര്യമായാണ്. അത് മാറ്റിക്കോട്ടെ, അതിന് ഞങ്ങൾ എതിരല്ല. അതെ, പക്ഷേ അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന്, എങ്ങനെ ഇത്തരം പ്രതിരൂപങ്ങളെ മാറ്റേണ്ടതുണ്ട്, മാറ്റണമെന്ന് IPC-ൽ പറയാനുണ്ട്. ആ വ്യവസ്ഥ പാലിക്കണം. സബ് കളക്ടർക്ക് അറിയോ അവിടെ മീഡിയ വരും ഇങ്ങനെ? സബ് കളക്ടർ മീഡിയയുടെ ആളാണ്. അദ്ദേഹം 4 മണിക്ക് തന്നെ വിളിച്ചു, അവരും കൂട്ടിക്കൊണ്ടാ പോയത്. ഇത് ഇന്നലത്തെ ഞാൻ വേറൊരു കഥ പറയാം. ഇത് മാത്രമല്ല, ഇന്നലെ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോബി ജോണിന്റെ ഫാദറിന്റെ പെങ്ങളുടെ പേരിൽ 50 വർഷം മുമ്പ് പട്ടയം കിട്ടിയതാണ്. 59 സെന്റിന്. അവിടെ 10 കുടുംബങ്ങൾ താമസിക്കുകയാണ്. ചേട്ടനിയന്മാര് ബന്ധുക്കളാണ്. അവിടെ ഇന്നലെ രാവിലെ ഒരു 100 പോലീസും ഒരു കുറച്ച് സർവേയർമാരുമായിട്ട് അങ്ങ് അളക്കാൻ ചെല്ലുകയാണ്. എങ്ങനെയാണ് ഒരു ഭൂമി അളക്കാൻ ചെല്ലേണ്ടത്? തർക്കമുണ്ടെങ്കിൽ നേരത്തെ തന്നെ കക്ഷിക്ക് നോട്ടീസ് കൊടുക്കണം, അയൽവാസികൾക്ക് നോട്ടീസ് കൊടുക്കണം. അതിന് ശേഷം അവിടെ ചെന്ന് വേണം അളക്കാൻ, അല്ലേ? ഇതല്ല, ഇത് നേരെ അങ്ങ് ചെന്നിരിക്കുക. അവരുടെ സ്കെച്ചും പ്ലാനും ഒന്നും ഇല്ല താനും. സബ് കളക്ടറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു കാര്യങ്ങൾ. ഇത് നീക്കം ചെയ്യേണ്ടതാണ് എങ്കിൽ നീക്കം ചെയ്യണം എന്നുള്ളതാണ്. നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, അവരുടെ കയ്യിൽ രേഖയുണ്ടെങ്കിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞു. രേഖയില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നീക്കം ചെയ്യണം. ഇനി അതിൻ്റെ നീക്കം ചെയ്ത രീതിയിൽ മാത്രമേ ഇപ്പോൾ KK ജയേന്ദ്രന് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇത് വിഷ്വൽ മീഡിയയെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് നീക്കം ചെയ്തു കഴിഞ്ഞാൽ മതവികാരം വ്രണപ്പെടും എന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ. ഇതൊരു പുതിയ വെളിപാടെന്ന രീതിയിൽ നമ്മൾ കണക്കാക്കാൻ കഴിയുകയല്ലോ. വളരെ കുറച്ച് ദിവസക്കാലമായി എവിക്ഷന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കപ്പെടുകയാണ് എന്നാണ് റവന്യൂ വകുപ്പിന്റെ ഔദ്യോഗിക തീരുമാനം. അതെ, ഇത്രയും ബുദ്ധിശൂന്യമായ ഒരു സമീപനം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഗവൺമെന്റിന്റെ ഏകോപനം അതൃപ്തി അറിയിച്ചത് മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചുകൊണ്ട് ഈ വിഷയം ഇന്ന് വെളുപ്പിനെ മുതൽ 4:30 മുതൽ മുഖ്യമന്ത്രിക്ക് പല പരിപാടികളും ഉണ്ടാവും. ഒരു നാട്ടില് എന്തോ ഒരു നീക്കം ചെയ്യുന്നത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഇന്ന് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തന്റെ നിലപാട് അറിയിച്ചു. ഈ ഗവൺമെന്റിന്റെ നിലപാട് പൊളിച്ചു നീക്കലല്ല, പകരം കയ്യേറ്റമുണ്ട് എങ്കിൽ അത് ഏറ്റെടുക്കലാണ് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെ അപ്പോ എന്താ ഉണ്ടാവാത്തത്? ചോരപ്പുഴ ഒഴുകില്ല, വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകില്ല. ഒരു ഗവൺമെന്റ് അത് തന്നെയല്ലേ ചെയ്യേണ്ടത്? ശ്രീ ഇബ്രാഹിം കുട്ടിക്കല്ല, അനധികൃതമാണ് എന്ന് കണ്ടാൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവധാനതയോടെ മുമ്പോട്ട് പോകണം. ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയത്തിൽ ഇത്രയും ദിവസക്കാലമായിട്ട് മുഖ്യമന്ത്രിയോ റവന്യൂ മന്ത്രിയോ മൂന്നാർ പോലും സന്ദർശിച്ചോ? ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തോ? മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്താണ് മുൻഗണന നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ പറയുന്നത്. റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും 2 സ്വരത്തിലാണല്ലോ സംസാരിക്കുന്നത്. എന്റെ ഒരു ചോദ്യം, റവന്യൂ വകുപ്പ് ഈ സർക്കാരിന്റെ ഭാഗമാണോ അല്ലേ പ്രവർത്തിക്കുന്നത്? റവന്യൂ വകുപ്പ് ഈ സർക്കാരിന്റെ ഒരു ഭാഗമാണോ? കൂട്ടു ഉത്തരവാദിത്വം ഉണ്ടോ?
മുഖ്യമന്ത്രി എന്ന് പറയുന്നു, റവന്യൂ വന്ന് ഒരു തീരുമാനമെടുക്കുന്നു. ഇവിടെ കുരിശ് പൊളിച്ചത് തെറ്റ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുകയാണ്. പക്ഷെ ആ തെറ്റ് കാണിച്ചത് ആരാ? റവന്യൂ വകുപ്പല്ലേ? നിങ്ങളുടെ ഗവൺമെന്റ് ഒരു ഭാഗമായിട്ടുള്ള ഒരു റവന്യൂ മിനിസ്റ്റർ അല്ലേ ഇത് ചെയ്തിരിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇത് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാണം കെട്ട ഏർപ്പാട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനത ഇത് സമ്മതിക്കോ? ഇത് അംഗീകരിക്കോ? അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി വളരെ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴാണ് അത് സംബന്ധിച്ച് ഗവൺമെന്റോ മന്ത്രിമാരോ അഭിപ്രായം പറയേണ്ടത്. ഇവിടെ റവന്യൂ വകുപ്പ് നിയമവിരുദ്ധമായി അവിടെ പോയി ഒരു പ്രവർത്തനവും നടത്താൻ പറഞ്ഞിട്ടില്ല. റവന്യൂ വകുപ്പ് നിയമവിധേയമായി തന്നെയാണ് പ്രവർത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രവർത്തിച്ചത് നിയമവിരുദ്ധമായിട്ടാണ്. അതിനെയാണ്. പക്ഷേ ശ്രീ കെ കേന്ദ്രൻ, റവന്യൂ മന്ത്രി ഈ സബ് കളക്ടറെ അഭിനന്ദിക്കുകയാണ്, മുഖ്യമന്ത്രി താക്കീത് ചെയ്യുകയാണ്. അല്ല, ഈ വിഷയത്തിലല്ല റവന്യൂ മന്ത്രി അദ്ദേഹത്തെ അഭിനന്ദിച്ചത്, വേറെ വിഷയത്തിലാണ്. അതേസമയം ഈ വിഷയത്തിൽ ആണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ റവന്യൂ മന്ത്രി ഒരു അഭിനന്ദനവും നടത്തിയിട്ടില്ല. CPI ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക റോൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അഥവാ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വരികയാണ് എങ്കിൽ, ആ ഘട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണോ ഇപ്പോൾ ഈ സുപ്രധാന റോൾ? നേരത്തെ VS അച്യുതാനന്ദൻ എടുത്ത റോള്, അന്ന് VS അച്യുതാനന്ദനെതിരെ നിങ്ങൾക്കൊപ്പം നിന്ന് CPI ആണ് ഇപ്പോൾ VS അച്യുതാനന്ദന്റെ റോൾ എടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഒരു ആഗ്രഹം മാത്രമാണ്. അത്തരം ഒരു നിലപാടും ഇല്ല. CPI ഞങ്ങളുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാല്, ഇപ്പൊ ഈ സബ് കളക്ടർ വന്ന് കുരിശ് നശിപ്പിക്കുക, കുരിശ് കയ്യേറിയിരിക്കുക എന്ന് പറയുന്നു. ഇതേ സബ് കളക്ടറിന്റെ ആ സ്ഥലത്ത് ദേവികുളത്ത് തന്നെ 3 സെന്റിന്റെ പട്ടയം കൊടുത്തിട്ടുണ്ട്. അതിൽ 1/2 ഏക്കർ കയ്യേറി 30 വീടുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതാരോട് ചോദിക്കാനില്ലല്ലോ, ഇത് സബ് കളക്ടർ ചോദിക്കാനില്ലല്ലോ. ഈ 3 കയ്യേറ്റം എന്ന് പറഞ്ഞാൽ എന്താ കയ്യേറ്റവാ? ഈ സ്ഥലമില്ലാത്ത ഞങ്ങളുടെ പാവങ്ങൾ, അതായത് ഞങ്ങളുടെ ജനങ്ങള് ഒരു 2 സെന്റ് സ്ഥലം കയ്യേറി വീട് കെട്ടുന്നു. എന്തിന് കെട്ടുന്നു? വീട് ഇല്ലാത്തതുകൊണ്ടാണ് കെട്ടുന്നത്. അതാരും ഇവിടെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ഉടനെ 2 സെന്റ് കയ്യേറി എന്ന് പറഞ്ഞിട്ട് ഉടനെ ഓടിപ്പോയിട്ട് അവരെ പിന്നെ പറഞ്ഞ് ഷെഡ് പൊളിച്ചു മാറ്റുക, എല്ലാം ചെയ്യുക. അത് എന്തിനാ ചെയ്യുന്നത്? ഈ പാവങ്ങൾക്ക് സ്ഥലം കൊടുക്ക, 2-3 സെന്റ് അല്ല 5 സെന്റെങ്കിലും കൊടുക്ക. എന്നാ ഞങ്ങളുടെ മൂന്നാറിലെ കയ്യേറ്റം നടക്കില്ല. അതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം വാർത്തകളിൽ 1500 ഏക്കർ 2000 ഏക്കർ സ്ഥലം സ്പിന്നിഞ്ചീസ് കയ്യേറി എന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നത്. സ്പിന്നിഞ്ചീസിന് അവിടെ ഒരു സ്ഥലമില്ല. ഞങ്ങൾക്ക് വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കാനുള്ള 5 അടി വീതിയിലെ നീളത്തിലുള്ള ഒരു കുരിശിരിക്കുന്ന സ്ഥലം മാത്രമേ, ആ കുരിശ് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ കള്ള പ്രചരണങ്ങൾ ഈ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ കടന്നു വന്നത്. എന്നിട്ട് ശരി, നിങ്ങളുടെ വാദം. ഞങ്ങളെ നമ്മുടെ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കുക. കഴിഞ്ഞ പ്രയാസം നമ്മുടെ ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ വന്നപ്പോൾ, മുഖ്യമന്ത്രി ആയപ്പോൾ ചൊക്കനാട്ടിലെ ഒരു കുരിശ് ഉണ്ടായിരുന്നു 100 കൊല്ലമായിട്ട്. അതൊന്ന് പൊളിച്ചു. ഈ സൈലന്റ് വീട്ടിലോട്ടുള്ള ഒരു പള്ളിയെ പൊളിച്ചു. സിറുപാന്മയർക്ക് ഏത് പറ്റിയാലും ഇവിടെ ചോദിക്കാൻ ആളില്ല. ഇന്ത്യ ദേശത്തിലെ എവിടെ വേണമെങ്കിലും നിങ്ങളെ അങ്ങനെ തന്നെ പള്ളിയെ പൊളിക്കും, കുരിശ് പൊളിക്കും. ഇപ്പൊ മൂന്നാറിലൂടെ വ്യത്യാസം എന്തെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾ 1778 ഇവിടെ താമസിക്കുക. മൂന്നാറ് പരിസ്ഥിതിയെ പാതുകാത്തത് ഞങ്ങൾ ചോദിക്കട്ടെ, നികേഷേട്ടനും മറ്റേ അറസാംഗമും ഇവിടെ UDF ഉണ്ട്, LDF ഉണ്ട്. പക്ഷേ ഇവിടെ ഉള്ള പാവപ്പെട്ടവർക്ക് ഈ മൂന്നാർ വട്ടാരത്തിലെ ഒരു 3 സെന്റ് ഇടം കൊടുത്ത് ഇവിടെ കിടക്കാൻ അനുവദിക്കില്ല. പക്ഷേ നിങ്ങൾ ഈ കഴിഞ്ഞ പ്രയാസം LDF സർക്കാർ വന്നപ്പോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഏതോ കുട്ടികളെ കുറച്ച് സ്ഥലം കൊടുത്തു. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്തോ? മൂന്നാറിലെ പാവങ്ങൾക്ക് ഇടം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഈ മീഡിയാവും ഇവിടെ ഉള്ള അറസിയൽവാദി എല്ലാവരും കൂട്ടിച്ചേർന്ന് ഈ പാവങ്ങളെ ഇടം കൊടുക്കാതെ തീരുമാനിക്കാൻ വേണ്ടിയാണ് ഇത്രയും നടക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം മൂന്നാർ ചുറ്റളവിലെ പാവങ്ങളെ അന്വേഷിച്ച് ഒരു 3 സെന്റ് ഇടം കൊടുക്കാൻ വേണ്ടി ഇത് നിങ്ങൾ ഒരു ഒന്നാമത് ഇരിക്കാനൊക്കെ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് എടുത്ത് പറഞ്ഞ് എത്രയും വേഗം ഒരു ദിവസം മുഖ്യമന്ത്രി വന്നപ്പോ പറഞ്ഞു 3 മാസത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെയുള്ള പാവങ്ങൾക്ക് ഇടം കൊടുക്കാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ മീഡിയയിലെ ഭയങ്കര അതിന് ഒറ്റ കാര്യമുള്ളൂ, ഒരു കാര്യമുള്ളൂ. ഏത് മീഡിയ പറഞ്ഞാലും ഏത് രാഷ്ട്രീയക്കാര് പറഞ്ഞാലും ശരി,
മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്കും ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കും ഭൂമി കൊടുക്കുക എന്നുള്ളത് LDF ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അത് കൊടുത്തിരിക്കും. പിന്നെ വേറൊരു കാര്യം, പിന്നെ അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എന്താ ചെയ്തത്? ഈ ഗവൺമെന്റ് എന്തെങ്കിലും ദിശാബോധം ഉണ്ടോ? ഈ ഗവൺമെന്റ് ദിശാബോധം ഉണ്ടോ? അല്ല, ഒരു കാര്യം പറയാം. ഞാൻ സീറോ ലാൻഡ്ലെസ് പദ്ധതിയിൽപ്പെടുത്തി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ 3 സെന്റ് വീതം കൊടുത്തു. ഈ മൂന്നാറിലെ ഉൾപ്പെടെയുള്ള ദേവികുളം നിയോജക മണ്ഡലത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾക്കും മൂന്നാറുമായി അനുബന്ധപ്പെട്ട് കിടക്കുന്ന 2 സെന്റിലും 3 സെന്റിലും കിടക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ ഭൂമി പതിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. അത് തന്നെയാണ് ശക്തമായ ഞങ്ങളുടെ നിലപാട്. ആ പാവപ്പെട്ട ആളുകളുടെ പേരിൽ, അവരുടെ പേരിൽ ഞങ്ങളെ കയ്യേറ്റക്കാരുടെ ഏജൻസി എന്ന് വിളിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം എനിക്ക് തോന്നുന്നത് CPM അതിനെ അപലപിച്ചു കഴിഞ്ഞു, മുഖ്യമന്ത്രി അതിൽ വ്യക്തത വരുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി പൊളിച്ചെടുക്കൽ ഉണ്ടാകില്ല എന്നാണോ പറയുന്നത്? ഞങ്ങൾ പറഞ്ഞ വ്യക്തമുണ്ട്. ഇവിടെ കയ്യേറ്റം എന്ന് പറയുന്നത്, പിന്നെ ഇബ്രാഹിംകുട്ടിയോട് ഒരു കാര്യം പറഞ്ഞേക്കാം. അവിടെ ഇനിയിപ്പോ കുരിശ് വെച്ചത് അനധികൃതമാണെങ്കിൽ അത് LDF ഗവൺമെന്റ് തലയിൽ വെക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കാലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും കയ്യേറ്റം 5 വർഷമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പറയട്ടെ ഞാൻ പറയട്ടെ. അത് അവിടെ ഇരിക്കട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇല്ല പറഞ്ഞു പിന്നെ ഇബ്രാഹിംകുട്ടി പറയും. ഇവിടെ മൂന്നാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മൂന്നാറിന്റെയും ദേവികുളത്തിന്റെയും ഭൂവിഷയങ്ങളെ സംബന്ധിച്ച്, ഭൂവിനിയോഗം സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു നിയമനിർമ്മാണം ഉണ്ടാവണം. അതിനൊരു ഗവൺമെന്റ് എന്ന നിലയിൽ ഈ ഗവൺമെന്റ് ഒരു വർഷക്കാലമായി ഈ ഗവൺമെന്റ് അധികാരത്തിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് മൂന്നാറിന്റെ ഭൂവിനിയോഗം സംബന്ധിച്ച് ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കാൻ തയ്യാറുണ്ടോ? ഈ നാട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ള 2 സെന്റിലും 3 സെന്റിലും കിടക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിലെ പോലെ സീറോ ലാൻഡ്ലെസ് പദ്ധതിയിൽ പെടുത്തിയതുപോലെ 3 സെന്റ് വീതം ഭൂമി പതിച്ചു കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? ഇതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. പാപ്പാത്തിച്ചോലയില് CPM പാർട്ടി സെക്രട്ടറിയോടാണ് എനിക്കൊരു ചോദിക്കാനുള്ളത്. ഈ പാപ്പാത്തിച്ചോലയിൽ ഇന്നാണോ ഈ കുരിശ് ഒഴിവാക്കാൻ ഒരു തീരുമാനമുണ്ടായത്? മാസങ്ങൾക്ക് മുമ്പ് ഈ ദൗത്യ സംഘം പോവുകയും ഈ കുരിശ് പൊളിക്കാൻ നീക്കുകയും JCB ഇല്ലാതെ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നതല്ലേ? ഈ മുഖ്യമന്ത്രി ഇന്ന് ഉച്ചവരെ പ്രതികരിക്കാതെ ഈ 10 മാസം കഴിഞ്ഞ സർക്കാരിന്റെ ഇരട്ടത്താപ്പിന് വേറൊരു മുഖമല്ലേ ഇപ്പോൾ കാണിച്ചത്? അങ്ങനെ ചോദ്യങ്ങളെ ചുരുക്കി ചോദിക്കണം. അദ്ദേഹം പറഞ്ഞതിനകത്ത് നിങ്ങള് ഈ പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഒന്ന്, അവിടെ കുരിശു പൊളിച്ച് മാറ്റേണ്ടത് ഗവൺമെന്റ് ഭൂമിയിലാണ്, അനിവാര്യമാണെങ്കിൽ അതിനല്ല തർക്കം. അതിന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും IPCയിലും പറയുന്ന വ്യവസ്ഥകളുണ്ട്. ഒരു റവന്യൂ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ കളക്ടറോ സബ് കളക്ടറോ ചെയ്യുമ്പോൾ ഏത് ഭൂമി ഇടപാടിലാണെങ്കിലും അതിന് വിധേയമായി മാത്രമേ ചെയ്യാവുള്ളൂ. അതാണ് അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൂടാ. ഇവിടെ ബഹുമാനപ്പെട്ട CPMന്റെ സെക്രട്ടറിയോടാണ്. ഇവിടെ ഒഴിപ്പിക്കൽ എന്ന് വരുമ്പോൾ ഇടതുസാരി മുന്നണി അധികാരത്തിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഒഴിപ്പിക്കൽ. JCB മൂന്നാറിൽ വന്നേക്കുള്ളത് നിങ്ങൾ വന്ന പിന്നെ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ അതിന്റെ പുറകിൽ ആരും പോയിട്ടുമില്ല. ഇവിടെ UDF 5 കൊല്ലം അധികാരത്തിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആരെയും ഇവിടെ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുണ്ട്. ഇവിടെ രാജീവ് ഗാന്ധി കോളനിയിൽ 2 സെന്റ് സ്ഥലത്തിൽ ജീവിക്കുന്ന പാവങ്ങളുണ്ട്. അവർക്ക് 128 പേർക്കും നമ്പർ അടിച്ചു കൊടുത്തത് കോൺഗ്രസിന്റെ പഞ്ചായത്താ. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? 128 കുടിലുകൾക്കും നമ്പർ അടിച്ചു കൊടുത്തത് കോൺഗ്രസിന്റെ പഞ്ചായത്താ. പിന്നെ ഇവിടെ നിൽക്കേണ്ടത് വേറെ ആളാ, CPIന്റെ പ്രതിനിധിയാണ് നിൽക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ സ്പിരിറ്റ് ഓഫ് ജീസസിന്റെ ആളെ നിർത്തിയിട്ട് കാര്യമില്ല. മനസ്സിലായോ? പിന്നെ നികേഷ് ഒരു മിനിറ്റ്, ഞങ്ങള് വ്യക്തമായിട്ട് പറഞ്ഞു. ഇവിടെ ഞങ്ങളുടെ നേതാവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു, പാവങ്ങൾക്ക് ഇവിടെ 2 സെന്റ് പട്ടയം കൊടുക്കും. തീർച്ചയായിട്ടും പട്ടയം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ കുരിശിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ CPIയും CPM തർക്കം ഉള്ളത് കൊണ്ട് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക്
പട്ടയം ഇല്ലാമ ചെയ്യാനുള്ള പരിപാടിയാണ് ഇതെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട CPM-ന്റെ നേതാവ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, KV ചേട്ടൻ ഇവിടെ നിന്നിട്ടാണ് പറഞ്ഞത് ഏപ്രിൽ മാസം 10-ാം തീയതി ആകുമ്പോ ഇടുക്കി ജില്ലയിൽ 10,400 പട്ടയം കൊടുത്തിരിക്കും പറഞ്ഞു. ഞാൻ അന്നേ ചോദിച്ചു അതിൽ ഒരു പട്ടയം KDH വില്ലേജിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് ചോദിക്കുവാണ്, ഒരു പട്ടയം KDH വില്ലേജിൽ ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് ഉണ്ടോ? അതിലൊറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ ഭൂമിയുടെ പട്ടയം കൊടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആദ്യമേ വ്യക്തമാക്കേണ്ട കാര്യം, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സീറോ ലാൻഡ് പദ്ധതിപ്പെടുത്തിയതല്ലാതെ മൂന്നാറിലാർക്കും പട്ടയം കൊടുത്തിട്ടില്ലല്ലോ. കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, കൊടുത്തിട്ടില്ല. ഇരിക്കട്ടെ. പിന്നെ അത് പറയട്ടെ, നിങ്ങൾ അങ്ങനെ കിടന്ന് ഒച്ചയെടുക്കുന്നത്. എന്നാ രണ്ടാമത് ഇവിടെ കഴിഞ്ഞ 3 ടേമായിട്ട് കോൺഗ്രസിന്റെ നിങ്ങളുടെ പഞ്ചായത്താണ് ഭരിക്കുന്നത്. 2 ടേമാണ് ഞങ്ങളുടെ പഞ്ചായത്താ ഭരിക്കുന്നതെങ്കിൽ ഇത് മുഴുവൻ പേർക്കും കൊടുത്തു തീർന്നതിനെ പട്ടയം. അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പൊ ഞങ്ങള് വെള്ളം വെക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം കുമാറെ ചുമ്മാ നമ്മൾ വെള്ളം വെച്ചിട്ട് കാര്യമില്ല. വെള്ളം വെച്ച ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, അതൊക്കെ നമ്മൾ സമ്മതിച്ചേക്കാം. പിന്നെ ഒരു விளம்பரத்துக்காக வேண்டி நீங்க இந்த லைவ் உண்டாக்குறீங்களா? என்னுடைய கேள்விதான். விளம்பரத்துக்காக வேண்டியா மக்களுக்காக வேண்டியா? அதுக்கு சேட்டன் தானே விளம்பரமா? நீங்க மீடியாவோட விளம்பரமா? ഇവിടെ കഴിഞ്ഞ VS അച്യുതാനന്ദന്റെ ഭരണകാലത്താണ് ഈ മൂന്നാറിലാകെ ഭൂമി കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇവിടെ കഴിഞ്ഞ 5 വർഷം UDF-ന്റെ കാലത്ത് ഇവിടെ ഒരു ഭൂമി പോലും കൊടുത്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇബ്രാഹിം കുട്ടി കല്ലാറിനോട് ഒരു ചോദ്യം, ഈ കഴിഞ്ഞ 5 കൊല്ല കാലഘട്ടത്തിൽ ഈ മൂന്നാറിലും പരിസര പ്രദേശത്തും ഈ ബഹുനില കെട്ടിടങ്ങൾ ഉയർന്നു പൊങ്ങിയപ്പോൾ ഇവിടെ നിയമത്തിന്റെ JCB ഉരുളും എന്ന് റവന്യൂ മന്ത്രി എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇവിടെ ഒരു നിയമത്തിന്റെ JCB ഉരുണ്ടില്ല. ഇവിടെ കയ്യേറ്റത്തിന് കൂട്ടുനിന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഇവിടുത്തെ അന്നത്തെ പഴയ സബ് കളക്ടറും RDO-മാരും ഉൾപ്പെടെയുള്ളവർ കൈക്കൂലി മേടിച്ചുകൊണ്ടാണ് ഇവിടെ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തു. നിങ്ങളുടെ പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവില്ലായിരുന്നോ? ഈ നാട്ടിൽ മീഡിയക്കാരില്ലായിരുന്നോ? ശ്രീമാൻ അച്യുതാനന്ദൻ അവർ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന സമയത്ത് 20/1 കച്ചേരി സെറ്റിൽമെന്റ് 168 പേർക്ക് പട്ടയം കൊടുത്തായിരുന്നു. ഇതുവരെ അവർക്ക് ആർക്കെങ്കിലും സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇനി കാണിച്ചു കൊടുക്കുവോ? കുറെ പേർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അന്ന് തന്നെ. ബാക്കിയുള്ളവർക്കും 3000 പേർക്കാണ് അന്ന് കൊടുത്തത്. അല്ലെ പറയട്ടെ, 3000 പേർക്കാണ് അന്ന് പട്ടയം കൊടുത്തത്. ആ പട്ടയം കൊടുത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അടുത്ത 2-3 മാസത്തിനകം മുഴുവൻ പേർക്കും ഭൂമി കാണിച്ചു കൊടുക്കും. ആ സ്ഥലം ഇതുവരെ നിങ്ങളുടെ കയ്യില് ഉണ്ടോ? സർക്കാരിന്റെ കയ്യില് ആ സ്ഥലം ഇതുവരെ ഉണ്ടോ നോക്കിയിട്ടുണ്ടോ? സർക്കാരിന്റെ കയ്യിൽ ഭൂമിയൊക്കെ ഉണ്ട്. ഇല്ല നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കാം മൂന്നാറില്. അത് കൊടുക്കുമ്പോ നമുക്ക് കാണാൻ നേരം ഇല്ല. അതുപോലെ തന്നെ കുട്ടിയാർവേലിയിലെ 2300 പേർക്ക് ഇതുവരെ പേപ്പർ മാത്രം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ സ്ഥലം ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ പേരിൽ LDF പഞ്ചായത്താണ് 750 രൂപ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ പിരിവെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തരാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു നടപടിയും ആയിട്ടില്ല. ഉടനെ ആയിക്കോളൂ, ഉടനെ ആവും. തോട്ടം തൊഴിലാളികളെ പറ്റിക്കരുത്. അല്ല, അത് നിങ്ങൾക്ക് വേറെ ഉദ്ദേശത്തോടു കൂടി പറയുന്നത്. ഭൂമി ഉദ്ദേശമൊന്നുമല്ല. ഇതുവരെ അത് ഭൂമി കിട്ടുമ്പോ മനസ്സിലാവുമല്ലോ, അന്നേരം മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ പറച്ചൽ മാത്രമേ ഉള്ളൂ, ഇതുവരെ കാര്യമൊന്നും നടന്നിട്ടില്ല. അല്ല, പട്ടയം കിട്ടിയിട്ടുണ്ടല്ലോ, ബാക്കി ഭൂമി ഉടനെ കാണും. ഇവിടെ ഇന്നത്തെ ഒരു പ്രശ്നം നോക്കിയേ, ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഇന്ന് നേരം വെളുത്ത് TV തുറന്നവരെല്ലാവരും കാണുന്നത് ഒരു കുരിശ് തകർക്കുന്നതാണ്. അതൊരു മതവിശ്വാസത്തിന്റെ പവ. ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരുടെ പിന്നിലെ ഉദ്ദേശം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. പോട്ടെ, 144 പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ആരും വേണ്ട എന്ന് പറഞ്ഞു. അതേ സബ് കളക്ടറിന് ഈ വിഷൻ
ലൈവായിട്ട് കൊടുത്ത മതവികാരം വ്രണപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു നിലപാടെടുക്കാൻ പാടില്ലായിരുന്നോ? അത് തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ ചർച്ചകളിലൂടെ പറയുന്നത് സബ് കളക്ടർ പക്വതയില്ലാതെ പെരുമാറിക്കൊണ്ട് മൂന്നാറിൽ അരാജകത്വം സൃഷ്ടിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർക്കണം, ഇതിന് പകരം വേറെ ഏതെങ്കിലും മതസ്ഥാപനങ്ങളുടെ ആരാധനാലയങ്ങൾക്കോ ഏതിന്റെയെങ്കിലും മേലിലായിരുന്നു ഈ JCB കയറിയിരുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ കേരളത്തിൽ നിന്ന് നടക്കുക എന്ന് ആലോചിച്ച് നോക്കിയേ. സർക്കാർ ശക്തമായ നിലപാട് ഈ കാര്യത്തിൽ മതവിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള സബ് കളക്ടറിന്റെയും ദൗത്യ സംഘത്തിന്റെയും നടപടിനെ ശക്തമായ നടപടി എടുക്കണമെന്ന് മൂന്നാറുകാരുടെ പേരിൽ ആവശ്യപ്പെട്ടു. സഭാ നേതൃത്വങ്ങൾ തന്നെ പക്ഷേ നിശ്ചയിച്ചത് തീർച്ചയായിട്ടും മൗഢ്യമായി പോയി. കാരണം ധാരാളമായിട്ടുള്ള വ്യക്തിഗത കയ്യേറ്റങ്ങളും അതേപോലെ തന്നെ വൻകിട കയ്യേറ്റങ്ങളും ഉള്ളപ്പോ അതിലേതെങ്കിലും ഒരു മോഡൽ കാര്യം എടുത്തിട്ട് അതിൽ എവിക്ഷൻ തുടങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതിന് പകരം പരസ്യമായി പകല് കുരിശ് പൊളിച്ചു മാറ്റുന്ന സമീപനം ശരിയായ സമീപനമല്ല. നമ്മുടെ ഒരു മതേതരത്വ നാടാണ്. ആ മതേതരത്വത്തിന് വലിയ വില കൊടുക്കുന്ന നാടാണ്. ഈ നാട്ടിൽ ഇത്രയും അശുഭകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കുരിശു പൊളിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ കാലത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ല ഒരു ഗവൺമെന്റ് കാലഘട്ടത്തിലും UDFന്റെ കാലഘട്ടത്തിൽ നടക്കില്ല കുരിശു പൊളിക്കാൻ. അതിന് പക്വതയോട് തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കേണ്ടതായിരുന്നില്ലേ? രാവിലെ ഈ സംഭവം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അതൊരു നിയന്ത്രിക്കില്ല. ഇത് വളരെ സ്വകാര്യമായിട്ട് സബ് കളക്ടറും RDO പറയട്ടെ. ആ ചേട്ടനും കൂടി അറിഞ്ഞോണ്ടാ ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ അറിയുന്നത് ഇല്ല ആരെങ്കിലും സംസാരിക്കുമ്പോ തടസ്സപ്പെടുത്തരുത് കേട്ടല്ലോ. സംസാരിക്കുമ്പോ തടസ്സപ്പെടുത്തരുത്. ഞാൻ അറിയുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞത് ഞാൻ ഈ വിവരം അറിയുന്നത് രാവിലെ TV വെക്കുമ്പോൾ TV കൂടെ വരുമ്പോഴാണ്. അതിനും അപ്പൊ തന്നെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ അറിയിക്കേണ്ടവരെയെല്ലാം ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഭൂമി കൊടുക്കുന്നതിനെ തടസ്സപ്പെടുത്താനും ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഉദ്ദേശത്തെ അട്ടിമറിക്കാനും മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നുള്ള വിവരം കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലാ ഭരണകൂടം ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലാണോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇടുക്കി ജില്ലാ ഭരണകൂടം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലാണോ? അല്ല, ഇബ്രാഹിം കുട്ടി രാവിലെ ഒരു കാര്യം പറഞ്ഞിട്ട് അത് മാറ്റി ഉച്ച കഴിഞ്ഞ് പറയുന്നത് പോലെ ഒന്നും ഞാൻ പറയത്തില്ല. ഞങ്ങളുടെ നിലപാട് വളരെ സുതാര്യമാണ്. ഞങ്ങളുടെ നിലപാട് രാവിലെ നിങ്ങൾ സ്വാഗതം ചെയ്യാണ് ചെയ്തത്. സ്വാഗതം ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, പൊതുവായ കയ്യേറ്റ അല്ലാതെ ഗവൺമെന്റ് ഇത്തരത്തിൽ മൗഢ്യം കാണിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നു? ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ മൗഢ്യമാണ് കാണിച്ചത്. ഞങ്ങൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. UDFന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 50,000 പട്ടയം ഇടുക്കി ജില്ലയിൽ വിതരണം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിന് ഇപ്പോൾ അവസരം വന്നിരിക്കുന്നു. മെയ് മാസം 21-ാം തീയതി LDFന്റെ പട്ടയമേള സംഘടിപ്പിച്ചിരിക്കുകയാണ്. KK ജയചന്ദ്രന് മെയ് മാസം 21-ാം തീയതി മൂന്നാറിലെ 1000 പേർക്ക് പട്ടയം കൊടുക്കുന്നത് ഇവിടെ പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഇടിച്ചടിച്ചിട്ട് പോട്ടെ. എല്ലാ മൂന്നാർ തോട്ട തൊഴിലാളികൾക്ക് മത്തിയിൽ അമേച്ച 350 രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാ കിടത്തും ഇടിച്ചടിച്ചിട്ട് പോട്ടെ. അത് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. തോട്ട തൊഴിലാളികൾക്ക് 350 രൂപ കിട്ടണം, ശമ്പളം ഉയർവ് കിട്ടണം. വേറെ ഒന്നുമില്ല. ഇടിച്ചടിച്ചിട്ട് പോട്ടെ. എല്ലാ ആശീർവാദം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാമേ ഉണ്ട്. എല്ലാ ആശീർവാദവും ഉണ്ട്. ആശീർവാദമില്ല. ഇന്ന് നമുക്ക് ഇതെടുക്കാം. ഇവരെല്ലാം മൂന്നാറ് ദേവികുളക്കാരാണ്. ഞാൻ ചിന്നക്കടലിൽ ജനിച്ചു വളർന്ന ആളാണ്. അവിടത്തുള്ള വിഷയമെല്ലാം എനിക്കറിയും. ഈ കുറുസ് ഇപ്പൊ ഇന്ന് ഇടിച്ച വിഷയം, പള്ളിയുടെ വിഷയം, അത് എല്ലാം ഈ സഭക്കാര് പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ ഇരുന്ന സ്ഥലത്തെ പണം കൊടുത്ത് അവർ മേടിച്ച സ്ഥലമാണ്. അത് ഈ രാത്രിയിൽ വന്ന് ഇടിച്ചത് തെറ്റാണ്. എന്നാ പകലിൽ വരണം, അവർക്ക് നോട്ടീസ് കൊടുക്കണം. ഇല്ല, അവർ ഇത് നിങ്ങളുടെ പള്ളി ഇടിക്കാൻ നോട്ടീസ് കൊടുക്കണം. പകലില് വന്ന് ചെയ്യേണ്ട കാര്യമാണ്. രാത്രി വന്ന് ഇടിച്ചത് മഹാ തപ്പാണ്. എനിക്ക് ദേവികുളത്ത് 59 സെന്റ് പട്ടയമുള്ള ഭൂമിയുണ്ട്. 85 കൊല്ലം കാലത്തെ പഴക്കമുണ്ട് ആ ഭൂമിക്ക്. ഇന്നലെ രാവിലെ ഒരു 11 മണിയോടുകൂടി കുറെ പോലീസുകാരും കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വന്നേ ഏകദേശം ഒരു 75-80ഓളം ആൾക്കാരുണ്ട്. വന്നിട്ട് ഞങ്ങൾ വയസ്സായ ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ഭീഷണി എന്നുള്ള രീതിക്ക് അവിടെ സർവേ ചെയ്യും. അനധികൃതമായിട്ട് കയറി, എനിക്ക് നോട്ടീസൊന്നും കൊടുക്കാതെ അതിനകത്ത് കയറി ഭീഷണി എന്നുള്ള രീതിക്ക് വന്നതിൽ ഞങ്ങൾക്ക് അതിയായ ഖേദമുണ്ട്. അതിന്
കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ ഒരുത്തൻ CPM-ലെ പ്രവർത്തനമായി പോയി. അതാണ് കാരണം അതിൻ്റെ. CPM-ന്റെ പ്രവർത്തകനായി പോയത് കൊണ്ട് ഈ ഗവൺമെന്റ് വേട്ടയാടുന്നു. ഈ ഗവൺമെന്റ് വേട്ടയാടുന്നു എന്ന് പറഞ്ഞില്ല. സബ് കളക്ടർ തെറ്റായ രൂപത്തിൽ അവിടെ ഒരു നടപടി സ്വീകരിച്ചു എന്നേ പറഞ്ഞോളൂ. സബ് കളക്ടർ ഗവൺമെന്റ് ഭാഗമല്ലേ? അല്ല, അത് സബ് കളക്ടർ ആ തെറ്റായ നടപടി സ്വീകരിച്ച സബ് കളക്ടറോട് ചോദിക്കാനുള്ള പ്രായമൊക്കെ ഈ ഗവൺമെന്റ്. അതാണ് നേരത്തെ ഇവിടുന്ന് ചോദിച്ചത്, റവന്യൂ വകുപ്പ് നിങ്ങളുടെ ഈ ഭരണത്തിന്റെ കീഴിൽ വരില്ലേ എന്ന്. അതെ, റവന്യൂ വകുപ്പ് അതെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചോളൂ. നികേഷേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നികേഷേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ഇവിടെ നമ്മുടെ വളരെ പ്രായമുള്ള അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കുടിയേറ്റ മേഖലയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പണ്ട് 10, 60, 70 വർഷക്കാലമായി ഈ മണ്ണിൽ അധിവസിക്കുന്ന ജനങ്ങളുണ്ട് ഇടുക്കി ജില്ലയിൽ. മലയോര കൃഷിക്കാർ കുരുമുളകിന്റെയും ഏലത്തിന്റെയും തേയിലയുടെയും കഷ്ടപ്പാടുകളിലൂടെ അതിലൂടെ വന്ന ധാരാളം കൃഷിക്കാരുണ്ട്. ആ കൃഷിക്കാരുടെ വികാരങ്ങളെ തൊട്ട് വ്രണപ്പെടുത്താൻ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, RDO അല്ല, ആര് ശ്രമിച്ചാലും കോൺഗ്രസ് അതിനെ ശക്തമായി എതിർക്കും. ചേട്ടാ, എനിക്ക് നമ്മുടെ ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി LDF കാലത്ത് ഏത് സമയം വന്നാലും ശരി മൂന്നാറിലെ അച്യുതാനന്ദൻ വന്ന സമയത്തും വിളിച്ചു, ബിൽഡിംഗ് വിളിച്ചു. ഇപ്പൊ LDF കാലത്താണ് ഈ കൈയേറ്റം കയറി വരുന്നത്. കാരണം ഇവിടെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ചോദിച്ച പോലെ സീറോറെന്റ് പദ്ധതി ഇവിടെ തൊഴിലാളിക്ക് സ്ഥലം കൊടുക്കാൻ തയ്യാറുണ്ടോ, അത് എത്ര സമയത്ത് കൊടുക്കാൻ അത് പ്രഖ്യാപിക്കണം. അത് പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഒരു 3 മാസത്തിനുള്ളിൽ അതിന് പരിഹാരം ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ. ഇലക്ഷൻ ആയില്ലല്ലോ, ഇലക്ഷൻ 5 വർഷം കഴിഞ്ഞല്ലേ, ഇലക്ഷൻ 5 വർഷം കഴിഞ്ഞല്ലേ. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയോട് എനിക്ക് ഒരു ചോദ്യം ചോദിച്ചോളൂ. സാറേ, സ്ഥലം 3 മാസത്തിൽ കൊടുക്കുന്നു പറഞ്ഞു. ഇവിടെ ദേവികുളത്തിൽ ഒരു SC ST ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സാർക്കറിയോ? അവിടെ ഉണ്ട്. അതിൽ നേരത്തിൽ കഴിഞ്ഞ 5 കൊല്ലം 10 കൊല്ലத்துக்கு മുൻപ് ആ ഒവ്വൊരു കൊല്ലത്തുക്കും 300 മുതൽ 400 വീട് വരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ LDF ഗവൺമെന്റ് വന്നെടുത്ത് എത്ര വീടുണ്ട് സാർക്കറിയോ? 30 വീട് തന്നെ. ബ്ലോക്ക് ദേവികുളം ബ്ലോക്കൊക്കെ 30 വീടാ. 30 വീടിൽ அதில் சர்டிஃபிகேட் மேடிக்க போகும்போது வில்லேஜ் ஆஃபீஸிலேருந்து 48,000 ரூபாய்க்கு வருமானம் போட்டு கொடுக்கு. ஆனால் അവിടെ ഉള്ള SC ഓഫീസിൽ ഉള്ള ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്ന ഇവിടെ ഉള്ള തൊഴിലാളിക്ക് ഇപ്പോൾ ഉള്ള ശമ്പളപ്പടി 48,000 രൂപ വരുമാനം ഇല്ല, ഇവർക്ക് സ്ഥലമില്ലെന്ന് ചൊല്ലി ഇവിടെ വന്ന 30 വീടും പിന്നെ തിരിച്ചു പോയി ക്യാൻസലായി. അതുകൊണ്ടാണ് നടപടി എടുക്കുന്നത് സാറേ. ഒവ്വൊരു കൊല്ലത്തുക്കും 300 വീടുകൾ തന്നെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്കത് ഇടപെടാമായിരുന്നു. ഇല്ല സാർ, അത് പറയാം സാർ, പറയാം സാർ, പറയാം. തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്പർമാർ ഇവിടെ ഉണ്ടല്ലോ പഞ്ചായത്തിലേക്ക്, അവർ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മെമ്പർമാരുണ്ടല്ലോ, CPM മെമ്പർമാർ, CPI-ന്റെ മെമ്പർമാരുണ്ടല്ലോ, അവർ പറഞ്ഞിട്ടില്ല. കാണുമായിരിക്കാം, നിങ്ങളുടെ മെമ്പർമാർ പറഞ്ഞിട്ടില്ല. എന്നെ അറിയാമായിരുന്നല്ലോ സൂര്യനെല്ലിക്കാർക്കൊക്കെ. 30 വീട് വന്ന് 30 വീട് തിരിച്ചു പോയി സാറേ. ഞാൻ ഇടപെടുമായിരുന്നല്ലോ സാറേ. കേരളത്തിൽ എവിടെ SC വീട് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മൂന്നാർക്കാണ് തരും. ഇപ്പൊ SC വീട് മൂന്നാറിൽ ഇവിടെ യഥാർത്ഥത്തിൽ ചോര തലയ്ക്കുന്നത് എന്റെ പരിപാടിയില് ഇവിടെ യഥാർത്ഥത്തിൽ 2 കൂട്ടത്തിற்காണ് ചോര തലയ്ക്കുന്നത്. ആദ്യം ഈ എസ്റ്റേറ്റ് തോട്ടം തൊഴിലാളിക്ക് നാളെ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ അവിടെ എവിടെ പോവും എന്ന പരിഭ്രാന്തരത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടി ജനങ്ങളാ. അല്ലാതെ ഇവിടെ ഇപ്പൊ തലയ്ക്കുന്നത് ആർക്കാന്നറിയാമോ? CPI-ക്ക് CPM-ക്കാ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇവിടെ കയ്യേറ്റം ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്നത് ഇവിടുത്തെ ലോക്കൽസ് അല്ല, പുറത്തുനിന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാരാ. ഓരോ കാര്യങ്ങളിൽ എല്ലാം കയ്യേറ്റം ചെയ്യുന്നത് കറക്റ്റ് പേപ്പർ എല്ലാം കൂടി പരിശോധിക്കുവാണെങ്കിൽ പുറത്തുനിന്ന് തൃശ്ശൂർ, എറണാകുളം, കോട്ടയം ജില്ലക്കാരാണ് ഒത്തിരി കയ്യേറ്റം ചെയ്തെടുക്കുന്നത്. ഇതില് ഫ്രണ്ടിൽ നിർത്തിയേക്കുന്ന ആരാ? ഈ പാവപ്പെട്ട ഇതുപോലത്തെ ഈ ചേട്ടനെ പോലത്തുള്ള ആ പാവപ്പെട്ടങ്ങളാ. 100ക്കും 50ക്കും വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നിർത്തിയിട്ട് പാവപ്പെട്ടങ്ങളായി. ഇത് അതിശക്തമായിട്ട് നടപടി എടുക്കുവോ? അവിടെ കയ്യേറ്റം എന്ന് പറയുന്നതിന് നമുക്കൊരു വ്യാഖ്യാനം കൊടുക്കേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടിടം നിർമ്മിക്കുന്നതിന് അന്നത്തെ ഏതാണെങ്കിലും ഏത് കാലത്തെ ആണെങ്കിലും റവന്യൂ വകുപ്പ് അതിന് അംഗീകാരം നൽകിയിട്ടുണ്ടോ? ഒന്ന്. 2, നിലവിലുള്ള പഞ്ചായത്തിന്റെ അംഗീകാരത്തോടു കൂടിയാണോ പ്ലാൻ അനുസരിച്ചാണോ കെട്ടിടം പണിതിരിക്കുന്നത്? ഇത് രണ്ടും പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി അത് മുഴുവനും നമുക്ക് എഫിഷ്യൻ ചെയ്യേണ്ടതാണ്, എഫിഷ്യൻ ചെയ്യണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിന് ഒരു കെട്ടിട നിർമ്മാണ ചട്ടം മാത്രമേ നിലവിലുള്ളൂ. ഇപ്പൊ ഗവൺമെന്റ് മൂന്നാറിനും ഹൈറേഞ്ചിനും പ്രത്യേകിച്ചും ഒരു പുതിയ കെട്ടിട നിർമ്മാണ ചട്ടം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവരുമ്പോൾ പഞ്ചായത്തുകൾക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാം. ഇക്കാര്യത്തിൽ ഒരു കയ്യേറ്റം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ.
കയ്യേറ്റം ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അത് കണ്ടുപിടിക്കണം. ശരി, ഇന്നെന്തായാലും ഈ കുരിശ് നീക്കം ചെയ്ത നടപടിക്ക് മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഏറ്റെടുക്കുകയാണ് വേണ്ടത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുക? അത് സർക്കാർ നാളെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, അവർ തീരുമാനിക്കും. ഞാനിപ്പോ പറയാൻ പറ്റിയല്ല. അല്ല, ഇക്കാര്യത്തില് ഭരിക്കുന്ന പാർട്ടിയാണ്. അതല്ല, അത് ഗവൺമെന്റിന്റെ നയം രൂപീകരിക്കുന്നത് ഞാൻ മുൻകൂട്ടി ഇവിടെ വന്ന് പ്രഖ്യാപിക്കുന്ന പോലെയൊന്നും അല്ല. അത് ഗവൺമെന്റ് നാളെ ചർച്ച കയ്യേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് LDF സർക്കാരും അതിനടുത്ത് പിന്നെ കോൺഗ്രസ് സർക്കാർ ഇവർ രണ്ടുപേരുമാണ് മാറ്റി മാറ്റി ഇവിടെ ഭരണം ചെയ്യുന്നത്. പക്ഷേ കയ്യേറ്റം ചെയ്തു കഴിഞ്ഞിട്ട് ഇവർ വന്ന് പിടിച്ച സ്ഥലം അടുത്ത് ഇവർ എന്താ ചെയ്യാൻ പോകുന്നേ അത് ഇതുവരെ ആർക്കും പറഞ്ഞില്ല. എന്നാണ് പറഞ്ഞാല് നമുക്ക് ഇവിടെ മൂന്നാറിലുള്ള വ്യക്തികൾക്ക് ഒരു ശരിയായിട്ട് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ കൂടെ ഇവിടെ ഉണ്ടാക്കി വെച്ചില്ല. ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്തോ ഒരു സർക്കാർ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നില്ല. അതല്ലാതെ ഇവിടെ നടക്കുന്ന എല്ലാ ഗവൺമെന്റ് സർക്കാർ ഓഫീസുകളും എല്ലാം ടാറ്റയുടെ ഇടത്തിലാണ് ഇരിക്കുന്നത്. ഇവർ കയ്യേറ്റം എന്ന് പറയുന്ന ആ ഭൂമി ആരോടെ ഭൂമിയാ? ടാറ്റയുടെ ഭൂമിയാണോ അല്ലെങ്കിൽ ഗവൺമെന്റോടെ ഭൂമിയാണോ? അപ്പൊ ഗവൺമെന്റോടെ ഭൂമി ആയാൽ ഈ ഗവൺമെന്റ് ഓഫീസൊക്കെ അവിടെ വെക്കാമല്ലോ, അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ടാക്കാമല്ലോ. ഞാൻ ചോദിച്ചാട്ടെ, സാർ പറഞ്ഞു സീറോ ലാൻഡ് കൊടുത്തിട്ടുണ്ടെന്ന്. ചിത്രപുരത്ത് അത്രയും പേർക്ക് സീറോ ലാൻഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാം കാട് കയറി കിടക്കുക. 5 കുടുംബങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. വേറെ ആരും ഇതുവരെ താമസം തുടങ്ങിയിട്ടില്ല. കാരണം എന്താണ്? അവർക്ക് സ്ഥലം ഉള്ളത് കൊണ്ടാണ്, വീടുള്ളത് കൊണ്ടാണ്. ഈ ഇല്ലാത്ത പാവങ്ങൾക്ക് ആ സ്ഥലം മേടിച്ച് കൊടുക്കാൻ നോക്കാം ആദ്യമേ നിങ്ങള്. ஹலோ, இவ்வளோ மூணாறுலாம் வந்து பொது வந்து கக்கூஸ் எதுவுமே கிடையாது. ഹലോ, ഇങ്ങനെയൊക്കെ മോത്തര വാട അടിക്കുന്നുണ്ടോ? മോത്തര വാട അടിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇതിവിടെ വന്ന് 2 കക്കൂസ് ഉണ്ട്. ഇവിടെ 2 കക്കൂസ് ഉണ്ട്. ടൗണില് 2 കക്കൂസ് ഉണ്ട്. അവിടെ 2 കക്കൂസ് ഉണ്ട്. മൊത്തം പൊളിക്കണം பேசுறீங்க. ரைட்டு. ஒரு பொது இடத்துல ஒரு 4 கக்கூஸ் கட்டலாம், ஒரு 10 கக்கூஸ் கட்டலாம். இதுல பூரா மோத்திர வேடை, மார்க்கெட் பக்கத்துல மோத்திர வேடை, நம்ம மாட்டுப்படி போற வழியில மோத்திர வேடை. ஒரு டூரிஸ்ட் டெம்பர்மெண்ட்னு சொல்லி கொடுத்துருக்கீங்க. ஒரு பொம்பளையாளு மாட்டுப்பட்டியில இருந்து வருது. மாட்டுப்பட்டியில வரும்போது ஒரு லாட்ஜிங்ல கேக்கு, நான் கொஞ்சம் பாத்ரூம் போய்க்கிறேன் அப்படின்னு ஒரு ஆள் கேக்கு 100 ரூபா தர்றேன் அப்படின்னு சொல்லி கேக்கு. அந்த ஆள் சொல்லுது எனக்கு 100 ரூபா பத்தாது, கூடுதல் வேணும் அப்படின்னு பேசுது. இவ்வளவு ஜனங்கள் இருக்கிற இடத்துல ஒரு நல்ல கக்கூஸ் கட்டி இருக்கலாம், நல்ல குளிக்கிறதுக்கு ஒரு இடத்த கட்டி இருக்கலாம். பொலிக்கணும் தான் எல்லாரும் பேசுறீங்க. இந்த வண்டி போறதுக்கு இடம் கிடையாது. இது சின்ன ரோடு. எத்தனை வருஷம் ஆச்சு? எத்தனை வண்டி போகுது? யாராவது கேக்குறீங்களா? எத்தனை வண்டி போகுது? ஒரு பஞ்சாயத்து கேக்குதா? பஞ்சாயத்து கேக்குதா? இருங்க, பஞ்சாயத்து கேக்கா? எல்லாரும் அதிகாரியோட தான் திட்டுறீங்க, அதிகாரியோட தான் பேசுறீங்க. இந்த ரோடு பிளாக், இந்த வேற ஒண்ணு, அந்த பஸ் ஸ்டாண்டு பழையமனார் போகுதுனாங்க. இந்த பஸ் ஸ்டாண்டு பழையமனார் போகுதா? പഴമനാർ പോകാ? പേசுறீங்க எல்லாரும். ഇവിടെ നമ്മൾ പരസ്പരം ഇവിടെ കിടന്ന് അടികൊട്ടിട്ട് ഒരു കാര്യമില്ല. ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന കസ്തൂരിരംഗൻ സ്പോൺസറാണ് ശ്രീരാം വെങ്കിട്ടരാമൻ. ദേവികുളം മൂന്നാർ മേഖലകളിൽ പാവങ്ങളുടെ കൂര പൊളിക്കാൻ വേണ്ടി ഇനി വെങ്കിട്ടരാമനും മാധ്യമങ്ങളും പോലീസും വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ നേരിടും. തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ ഗവൺമെന്റ് അവധാനതയോടെ പ്രവർത്തിക്കാത്ത സാഹചര്യമാണ് ഇപ്പൊ ഈ ബുദ്ധിമുട്ടിലേക്കൊക്കെ വന്നത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശുഷ്കാന്തിയോ. ഇപ്പൊ നിയമസഭാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. ഗവൺമെന്റ് ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചെറിയ ആളുകളുടേതായിട്ടുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. എല്ലാം ശരിയാക്കാമെന്ന ഗവൺമെന്റ് ആണല്ലോ. ഈ ഗവൺമെന്റ് ഈ മൂന്നാർ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ആളുകളുടെ പ്രശ്നത്തെ സംബന്ധിച്ച് എന്തേ മിണ്ടാട്ടമില്ലാതിരിക്കുന്നു? ഇവിടുത്തെ ആളുകളുടെ പട്ടയത്തിന്റെ വിഷയത്തെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് എന്തേ കഴിഞ്ഞ 1 വർഷക്കാലമായി മിണ്ടാട്ടമില്ല? നിയമസഭാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. ഇത്രയും 10, 30, 40 ദിവസമായി മൂന്നാർ വിഷയത്തെ പറ്റി മുഴുവൻ കേരളത്തിൽ ചർച്ചയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച ഭൂവിനിയോഗം സംബന്ധിച്ചോ നിയമനിർമ്മാണം സംബന്ധിച്ചോ ഒരു വാക്ക് ക്രിയേറ്റീവായിട്ട് സൂചിപ്പിച്ചിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, CPMന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അവർ പി കൃഷ്ണപിള്ളയുടെ പാർട്ടിയുടെ ആളുകളാണ്, അവർ AKGയുടെ പാർട്ടിയുടെ ആളുകളാണ്. നഷ്ടപ്പെടുവാനില്ല ഈ കൈവിലങ്ങൾ അല്ലാതെ എന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ്. അവർക്കിന്ന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലേ എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. എല്ലാവരും കോടികൾ സമ്പാദിച്ചിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി ജയചന്ദ്രൻ ചേട്ടനോടാണ് ചോദ്യം. ഇപ്പോൾ നമ്മുടെ ദേവികുളം പഞ്ചായത്ത് മെമ്പർ സുരേഷ് പറഞ്ഞത് ചേട്ടൻ കേട്ടുകയാണ്. ഈ ഇടതുപക്ഷ ഗവൺമെന്റ്
ഈ നയത്തോട് CPM-കാർക്ക് പോലും ഇവിടെ യോജിപ്പില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടത്. കാരണം ഇവിടെ മൂന്നാറില് കഴിഞ്ഞ 5 കൊല്ലം UDF ഭരിച്ചപ്പോൾ ഇത്തരത്തിൽ ഒരു ചർച്ചയും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇവിടെ ഇടതുപക്ഷം ഭരണം തുടങ്ങി, ഇതാ മൂന്നാറിൽ വീണ്ടും വലിയ പ്രശ്നം വരുവാണ്. അത് കണ്ട് ഭയപ്പെടുന്നതും CPM-ന്റെ നേതാക്കന്മാർ തന്നെയാണ്. ഇവിടെ 2 കാര്യം പറയേണ്ടതുണ്ട്. നമ്മുടെ ഇബ്രാഹിംകുട്ടി കല്ലാറ് എൻ്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, 5 വർഷം ഒരു ചുക്കും ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ 1 വർഷമാകാൻ പോകുന്ന ഗവൺമെന്റിനോട് ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ കാലാവധി തീരുന്നതിന് മുമ്പ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, LDF ഗവൺമെന്റ് വരുമ്പോഴാണ് എന്ന് പറഞ്ഞത് ശരിയാ. LDF ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് കയ്യേറ്റം ഉണ്ടെന്ന് ഇബ്രാഹിംകുട്ടി കല്ലാറോ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. LDF ഗവൺമെന്റ് വന്നപ്പോഴാണ് ഇവിടെ കയ്യേറ്റത്തിന്റെ കാര്യം ഇവരെല്ലാം പറയുന്നത്. മീഡിയക്കാരും അന്നേരം വരുന്നത്. അപ്പൊ എന്തോ ഉദ്ദേശമുണ്ട് നിങ്ങൾക്കും ഉണ്ട് മീഡിയക്കാർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ CPM-ന് ഇപ്പോ നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല എന്നൊരു സാഹചര്യമില്ല. കോടികൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യമാണ്. ഒരു കാര്യം, ഇവിടെ ഇപ്പോ നഷ്ടപ്പെടുക ഞങ്ങളുടെ എല്ലാവരുടെയും ആസ്തി ബാധ്യതകളെല്ലാം സംബന്ധിച്ച് ഇബ്രാഹിംകുട്ടി കല്ലാർ അടക്കമുള്ളവർക്ക് ഒരു സർവേ നടത്താം. വെറുതെ മൈക്കിന്റെ മുമ്പിൽ ഒന്നും ഇതും വിളിച്ച് പറഞ്ഞാൽ പോരല്ലോ. പിന്നെ ഇപ്പോൾ അവിടെ 8 സെന്റ് സ്ഥലം 50 വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നിർബന്ധിച്ച് ഇവിടെ താമസിപ്പിക്കുമായിരുന്നു 50 വർഷം മുമ്പ്. ആ 8 സെന്റ് കൊടുത്താൽ ഇപ്പോൾ 16 ലക്ഷം 20 ലക്ഷം രൂപ കിട്ടും. അതിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് ടൂറിസ്റ്റ് കേന്ദ്രമായി നമ്മള് ഒരു രാഷ്ട്രീയ ധാർമ്മികത എല്ലാ കാര്യത്തിലും കാണിക്കണമല്ലോ. അങ്ങനെയാണല്ലോ മുൻകാല നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണപിള്ളയും AKG ഒക്കെ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? എല്ലാം പരിത്വരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അവരുടേത്. രാജേന്ദ്രൻ MLA സംബന്ധിച്ചുള്ള ആക്ഷേപം വന്നു. അദ്ദേഹം എന്താ ചെയ്യേണ്ട? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗമായിരിക്കുന്ന MLA ആയിരിക്കുന്ന രാജേന്ദ്രനെ സംബന്ധിച്ചുള്ള കയ്യേറ്റ ഭൂമിയെ സംബന്ധിച്ചുള്ള ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹം എന്താ ചെയ്യേണ്ട? മാതൃകാപരമായി എന്ത് ചെയ്യണം? അദ്ദേഹം ആ കയ്യേറ്റ ഭൂമിയാണോ എന്ന കാര്യം ഗവൺമെന്റിനെ കൊണ്ട് പരിശോധിപ്പിച്ച് അതിൽ നിന്ന് മാറി നിൽക്കണം. അതാണ് ചെയ്യേണ്ടത്. ജനങ്ങളുടെ മുക്തകണ്ഠമായ പ്രശംസ രാജേന്ദ്രന് കിട്ടും. രാജേന്ദ്രൻ അത് ചെയ്തില്ല. രാഷ്ട്രീയ ധാർമ്മികത വേണ്ടേ? നിങ്ങളുടെ നേതാവ് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചാൽ ഇക്കാര്യം എല്ലാം പറയും. ഞങ്ങൾ ജയചന്ദ്രനെ പറ്റി ഞാൻ അസംബ്ലിയിൽ ഈ കാര്യം ഉന്നയിച്ചു. അന്ന് ഈ ആക്ഷേപം വന്നപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ ഇവിടെ വന്നു. അന്ന് ഇവിടുത്തെ നമ്മുടെ നേതാക്കന്മാർ ഇതേ കാണുന്നതാണ് രാജേന്ദ്രന്റെ സ്ഥലം എന്ന് പറഞ്ഞു. ആ നേതാക്കന്മാരോട് അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത്, ഇനി ഈ കാര്യം നിങ്ങൾ മിണ്ടരുത്. കാരണം ആ കാണുന്ന സാധനമാണല്ലോ, അത്രയേ ഉള്ളല്ലോ, കൂടുതലില്ലല്ലോ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പിന്നെ അന്ന് ഇവിടെ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി രാജേന്ദ്രന്റെ അപേക്ഷ പരിഗണിച്ചു കൊടുത്ത എല്ലാ രേഖകളും ഉണ്ട്. കയ്യേറ്റം ഒഴിപ്പിക്കലിന് പുതിയ ഘടന നിശ്ചയിച്ചിരിക്കുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രി. ഇന്ന് ഡെപ്യൂട്ടി കലക്ടറെ വിളിച്ച് തന്റെ അതൃപ്തി അറിയിച്ചതിലൂടെ പൊളിക്കലല്ല, കൈവശം വെക്കൽ മാത്രമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ആദ്യത്തെ ചോദ്യം, DCC பிரசிடண்டோட என்னோட கேள்வி, கடந்த UDF சர்க்கார் காலத்திலேயாக்கும் தேவகுலத்தில் தேவசம் போர்டு ஸ்கூல் அடக்கம், ஹையர் செகண்டரி ஸ்கூலுடைய கிரவுண்ட் அடக்கம் தேவசம் போர்டுக்குள்ளன்னு சொல்லி ஒரு போர்டு வச்சுருந்தாங்க. அது இல்லாமல் அதுக்கு மேலே ஒரு 30 குடும்பம் அங்கே ஸ்டே பண்ணுறாங்க. அவங்க கூட வீட்டுக்கு போகக்கூடிய முடியாமல் தேவசம் போர்டுக்காரங்க வேலி கட்டி அவங்கள வெளியே போக முடியாத அளவுக்கு வச்சுருந்தாங்க. அந்த நியூஸு ரிப்போர்ட்டர் சேனல் அடக்கம் கையேறினாங்க, ஒரு பெரிய மலையவே கையேறினாங்கன்னு சொல்லி ஒரு நியூஸ் வந்துச்சு. ஆனால் UDF சர்க்கார் அது எந்த ஒரு நடவடிக்கையும் சீகரிக்கலை. அது இல்லாமல் அப்போ இருந்ததும் இதே ஆர்டிஓ சப் கலெக்டருடைய படி வாசல் முன்னாடியாக்கும் இருக்குது இந்த ஸ்கூலினுடைய கிரவுண்டு. ஆனால் அதற்கு எந்த ஒரு நடவடிக்கையும் சப் கலெக்டர் பாவத்தில் உண்டாகலை. அது மாத்திரமில்லை, ஸ்கூல் மாணவர்களும் PTA அடக்கமும் பராதி கொடுத்துட்டும் இதுவரைக்கும் எந்த நடவடிக்கையும் இல்லை. அது இன்னொரு கேள்வி. இன்னொரு கேள்வி என்ன அப்படின்னா, UDF கவர்மெண்ட் பூமி கொடுத்தோம் அல்ல பட்டய 0 லேண்ட் கொடுத்தோம் சொல்லி மூணார் தோட்டம் தொழிலாளிக்கு எத்தனை பூமி கொடுத்தீங்க, அல்ல எத்தனை பேருக்கு நீங்க பூமி கொடுத்தீங்கன்னு சொல்லி ஒண்ணு விசியர் ஒரு சொன்னா நல்லா இருக்கும். ഒന്ന് അനുജൻ പറഞ്ഞത് ഈ RDO ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നതല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്തെ RDO ആണ്. ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് ഈ RDO ഒന്നും ഇല്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം,
ഇവിടെ പട്ടയം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ ഗവൺമെന്റ് സ്വീകരിച്ചതുപോലെ ക്രിയാത്മകമായ സമീപനം സ്വീകരിച്ച ഒരു ഗവൺമെന്റും ഇല്ല. ഓരോ വിഷയങ്ങൾ ഒന്നൊന്നായി പരിഹരിക്കപ്പെടുകയായിരുന്നു. ഗവൺമെന്റ് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങൾ ആദ്യമായി എടുത്തു, അവിടെയാണ് കൂടുതൽ പട്ടയം കൊടുത്തത്. രണ്ടാമത് അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിയും ഒരു വേദിയിൽ പട്ടയം പൂർത്തീകരണം നടത്തിയാൽ സ്വർണ്ണമോതിരം തരാം എന്ന് പറഞ്ഞത് 1 വർഷത്തിനുള്ളത് പൂർത്തീകരിക്കുമെന്ന് അന്നത്തെ റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഓർമ്മയില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ 7 പട്ടയമേളകൾ ജില്ലയിൽ നടത്തി. രാജാക്കാട്ടും നെടുങ്കണ്ടത്തിലും കട്ടപ്പനയിലും ചെറുതോണിയിലും തൊടുപുഴയിലും ഞങ്ങൾ പട്ടയമേള നടത്തി. മൂന്നാറിൽ കൊടുക്കാത്തത് നിയമപരമായി, അത് ഞാൻ പറയാം, ഞാൻ സൂചിപ്പിക്കാം. മൂന്നാറിൽ കൊടുക്കാത്തത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉൾപ്പെടെയുള്ള കേസുകൾ നിലനിൽക്കുകയായിരുന്നു. ആ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമുണ്ടാവാത്തതുകൊണ്ട് ഈ ടെലിവിഷൻ ചർച്ചയിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഇതുകൊണ്ടാണ്. പട്ടയം കിട്ടാത്തവരുടെ മുമ്പിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഇബ്രാഹിംകുട്ടി കല്ലാറിന് മാത്രമല്ല, ഇവിടെയുള്ള ഭരണവർഗത്തെ ആകെ തന്നെയും നേരിട്ട് ചോദ്യം ചെയ്യാൻ കഴിയുന്ന അവസരമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 2 കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, അല്ല മതി ഒച്ചയൊക്കെ എടുത്താൽ മതി. 7 പട്ടയ വിതരണം നടത്തിയത് ശരിയാണ്. UDFന്റെ കാലത്ത് 7 പട്ടയ വിതരണം നടത്തിയത് ശരിയാണ്. പക്ഷെ ആ പട്ടയത്തിന് കടലാസിന്റെ പോലും വിലയില്ലാത്തതാണ്. അത്ര സൈസ് വ്യവസ്ഥകളായിരുന്നു. അതുകൊണ്ട് ആ വ്യവസ്ഥകൾ മാറ്റി ജനങ്ങൾക്ക് പ്രയോജനകരമായി കൊടുക്കാൻ ഞങ്ങൾ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. വ്യവസ്ഥകളെല്ലാം ഗവൺമെന്റ് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. സാറ് നമ്മുടെ CPM സാറിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനാ, നിങ്ങൾ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ? 1974 സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും 56,000 ഏക്കർ മാത്രമേ ടാറ്റാണ് കൊടുക്കാൻ പറ്റൂ. ബാക്കി സ്ഥലങ്ങള് 80,000 ഏക്കർ ലാൻഡ് ഉണ്ട്. ഈ സ്ഥലങ്ങൾ കാർഷിക ആവശ്യത്തിനായി ഇവിടുത്തെ തോട്ട തൊഴിലാളികൾക്കും ഇവിടെ പൂർവികമായിട്ട് ഉള്ള ആൾക്കാർക്കും കൊടുക്കാൻ സുപ്രീം കോടതി വിധി ഉണ്ടായും ഇപ്പോഴേക്കും നിങ്ങൾ അത് നടപ്പിലാക്കിയിട്ടില്ല. 1. 2, നിങ്ങൾ പൊളിക്കുന്നത് വെറുതെ ഈ 2 സെന്റും 3 സെന്റും ആൾക്കാരുടെ താമസിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ പൊളിക്കുന്നത്. നിങ്ങൾ താമസിക്കുന്നത് ഈ 3 സെന്റ് സ്ഥലത്തിലാണോ ഇല്ല 2 സെന്റ് സ്ഥലത്തിലാണോ നിങ്ങളുടെ വീടുള്ളത്? ഞങ്ങൾ എന്തിനാ ഈ 327 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിൽ താമസിക്കാണ്? നിങ്ങൾ 2 ദിവസത്തിന് മുമ്പ് ഉള്ള കളക്ടറും CM-ഉം ഉള്ള ഒരു യോഗത്തിൽ കൂടിയിട്ട് ലൈഫിന്റെ പ്രോജക്റ്റില് ഞങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ആ ലാൻഡിന്റെ ടോട്ടൽ വാല്യൂ അറിയാവോ നിങ്ങൾക്ക്? 327 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 1 സെന്റും അല്ലാത്ത ഒരു കക്കൂസിൽ ഞങ്ങൾ താമസിക്കാം. നിങ്ങൾ ആലോചിക്കുന്ന പോലെ നിങ്ങൾ താമസിക്കുന്നത് ആ 327 സ്ക്വയർ ഫീറ്റിലാണോ? അതും എന്റെ ചോദ്യം. ഞാൻ താമസിക്കുന്നതാണെങ്കിൽ 3.5 സെന്റിലാണ് എന്റെ കാര്യം. എന്റെ കാര്യം എനിക്കറിയാമല്ലോ, എന്നോടല്ലേ ചോദിച്ചത്. എന്റെ കാര്യം KK ജയചന്ദ്രൻ താമസിക്കുന്നത് കുഞ്ചിത്തണ്ണിയിൽ 3.5 സെന്റ് സ്ഥലത്തിലാണ്. എന്റെ സുഹൃത്തിന് വല്ല സംശയമുണ്ടെന്നാ പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ ഒരു 3.5 സെന്റുകാരനെയും 5 സെന്റുകാരനെയും പൊളിക്കാൻ അനുവദിക്കത്തില്ല. ഇവിടെ പൊളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ഞങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് പറയാനുള്ളത് അതായത് ഇന്ന് നടക്കുന്ന സംവാദത്തിന്റെ കാരണം തന്നെ ഇന്ന് രാവിലെ ഒരു കുരിശ് പൊളിച്ചു മാറ്റിയതാണ്. പക്ഷെ സത്യത്തിൽ ആ കുരിശ് കയ്യേറി സ്ഥാപിച്ചിരിക്കുന്നത് കുരിശായിരുന്നു. അത് പൊളിച്ച് അതിന്റെ പേരിൽ മതവിശ്വാസങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇടതും വലതും മുന്നണികൾ ഈ പൊളിക്കൽ നടപടിയെ, കയ്യേറ്റ നടപടിക്രമത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ മൂന്നാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അങ്ങയുടെ തന്നെ DCC സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വട്ടവട, കാന്തല്ലൂർ, ലക്ഷ്മി, മറയൂർ മേഖലകളിൽ 100 കണക്കിന് ഏക്കർ സ്ഥലം കയ്യേറി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കയ്യേറ്റക്കാരിൽ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് നടപടിയാണ് നിങ്ങളുടെ സഹപ്രവർത്തകന്റെ പേരിൽ എടുത്തിരിക്കുന്നത്? അത്തരത്തിലുള്ള കയ്യേറ്റക്കാരുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് അതേപടി ഞാനും ശരിവെക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ KK ജയചന്ദ്രന്റെ സുഹൃത്ത് അതേപോലെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അതാണ് ചോദ്യം. ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ അനധികൃത കയ്യേറ്റമുണ്ടെങ്കിൽ അവരുടെ ഭൂമി എടുത്തോ എന്ന് DC പ്രസിഡന്റ് പറയുന്നു. പറയാൻ CPM ജില്ലാ സെക്രട്ടറി കഴിയുമോ? CPM ജില്ലാ സെക്രട്ടറി കഴിയുമോ? CPM ജില്ലാ സെക്രട്ടറിക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതൊക്കെ ചുമ്മാ വാചകം അടിക്കാൻ വേണ്ടി പറയാം
പറയാവുന്നുള്ളത് മാത്രം. ഞാൻ പറഞ്ഞോട്ടെ, എന്നെ പറയാൻ അനുവദിക്കൂ. ചുമ്മാ വാചകം അടിക്കാൻ വേണ്ടി പറയാവുന്നുള്ളതേ ഉള്ളൂ. ഞാനിവിടെ അന്നത്തെ നിങ്ങളുടെ പല നേതാക്കന്മാരുടെയും കാര്യം കേരള അസംബ്ലിയിൽ പട്ടയ നമ്പർ വെച്ച് ഞാൻ കേരള അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗിച്ച ഭൂമിയിൽ പലതും അതിന് ശേഷം വിറ്റ് കാശാക്കി പുറത്തോട്ട് പോയിട്ടുമുണ്ട്. പിടിക്കണോന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കാലത്ത് കയ്യേറ്റം ഒഴിപ്പിക്കൽ ഒരു ജനവികാരമായി ഉയർന്നു വന്ന ഘട്ടത്തിലാണ് പാർട്ടി ഓഫീസിലേക്ക് അന്നത്തെ ദൗത്യ സംഘം കയറിയത്. അതോടുകൂടി ആ ദൗത്യം പൊളിയുകയും പിന്നീട് വീണ്ടും മൂന്നാറിൽ കയ്യേറ്റം വ്യാപിക്കുകയും ഇന്നത്തെ നിലയിലെത്തുകയും ചെയ്തു. വീണ്ടും കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള ആരംഭമാണ് ഇന്ന് രാവിലെ കുറിച്ചതെങ്കിൽ അത് ഒരു ദേവാലയത്തിന് അല്ലെങ്കിൽ ഒരു കുരിശിന് നേരെ ആയപ്പോഴേക്കും വീണ്ടും കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി പൂർണ്ണമായും തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും അതുപോലെ മാഫിയകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മൂന്നാറിന്റെ കയ്യേറ്റം ഒഴിപ്പിക്കൽ ഇതോടെ അവസാനിക്കുമോ എന്നുള്ളതാണ് ഇന്ന് ചോരത്തിളക്കൽ എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ വിഷയം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നാളെ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.